أعوذ بالله من الشيطان الرجيم ولبثوا في كهفهم 300 سنين وازدادوا 9 قل الله أعلم بما لبثوا له غيب السماوات والأرض أبصر به وأسمع ما لهم من دونه من ولي ولا يشرك في حكمه أحدا. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റബ്ബിൻ്റെ കലാമിനെ അതർഹിക്കുന്ന വിധത്തിൽ ആദരവോടുകൂടി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ജീവിതത്തിൽ നിഷ്ഠ പാലിക്കുവാനും നാം ഏവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ രണ്ട് ലോകത്തും ഐശ്വര്യവും ബറക്കാത്തുകളും ചൊരിഞ്ഞു തരികയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സൂറത്തുൽ കഹ്ഫിൻ്റെ 9ഓളം ക്ലാസുകൾ നമ്മൾ കഴിഞ്ഞ അവസരങ്ങളിലൂടെയായി വിശദീകരിച്ചു കഴിഞ്ഞു. ഇന്ന് അൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള ചരിത്രത്തിൽ ബാക്കിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള 2-3 ആയത്തുകളാണ് നമുക്ക് ഇന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ളത്. 25ഉം 26ഉം ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. വലബിസു ഫീ കഹ്ഫിഹിം, അല്ലാഹു പറയാണ് വലബിസു, അവർ താമസിച്ചു. ലബിസ, താമസിച്ചു. വലബിസു ഫീ കഹ്ഫിഹിം, അവർ കയറിപ്പറ്റിയ അവരുടേതായ ആ ഗുഹയിൽ അവർ താമസിച്ചു, കഴിച്ചുകൂട്ടി. 300 സിനീന, 300. അപ്പം 300 എന്ന് പറയുമ്പോൾ സാധാരണ സംശയം ഉണ്ടാവും, 300 ദിവസമാണോ ആഴ്ചയാണോ മാസമാണോ എന്നൊക്കെ. അപ്പൊ കൃത്യമായിട്ട് സിനീന അതേതാണെന്ന് വേർതിരിച്ച് പറയാണ്. 300 സിനീന, 300 വർഷം അവർ അതിൽ ആ ഗുഹയിൽ കഴിച്ചുകൂട്ടി. വസ്ദാദു 9 കൂടി അവർ വർദ്ധിപ്പിച്ചു പറയുകയും ചെയ്തു. വർധനവായി 9 കൂടി എടുക്കുകയും ചെയ്തു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഗുഹാവാസത്തിന്റെ കാലഘട്ടമാണ് വളരെ കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എത്ര കാലമാണ് അവർ താമസിച്ചത്? വലബിസു ഫീ കഹ്ഫിഹിം, അവരുടെ ഗുഹയിൽ അവർ 300 കൊല്ലം. 300 സിനീന വസ്ദാദു 9, 300 വർഷം, 309 വർഷം എന്നും. ഇത് നമുക്കെല്ലാം നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കണക്ക് കൂട്ടാൻ വേണ്ടി സാധാരണയായി ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന സൗരവർഷം, അതുപോലെ തന്നെ ചാന്ദ്രവർഷം. സൂര്യവർഷം അതിൻ്റേതായ കണക്ക് വേറെയാണ്. ചന്ദ്രവർഷത്തിൻ്റെ കണക്കനുസരിച്ചെടുക്കുമ്പോൾ 300 കൊല്ലം സൂര്യവർഷം എന്ന് പറയുമ്പോൾ ചന്ദ്രവർഷം 309 കൊല്ലമാകും. ഒരു വർഷത്തിൽ 11 ദിവസം വ്യത്യാസം വരുന്നു. ഖമരിയായ സന അഥവാ ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിൽ ഒരു കൊല്ലത്തിൽ 11 ദിവസത്തെ വ്യത്യാസമാണ് സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു വ്യത്യാസം പറഞ്ഞതായിരിക്കാം ഇവിടെ എന്ന്
നിഗമനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഉറപ്പൊന്നുമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഉദ്ദേശിച്ചത്. അള്ളാഹു അങ്ങനെ 300 കൊല്ലം, പിന്നെ അവർ അതിനെ വർദ്ധിപ്പിച്ചു 309 എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ ചന്ദ്രവർഷത്തിൻ്റെയും സൗരവർഷത്തിൻ്റെയും വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് ന്യായങ്ങളൊന്നുമില്ല. അങ്ങ് ആയിരിക്കാം എന്ന് പറഞ്ഞു പണ്ഡിതന്മാർ ധാരാളമുണ്ട്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഇവർ അതിൽ കഴിച്ചുകൂട്ടിയത് എത്ര കൊല്ലമായിരുന്നു, 300, 309 എന്നൊക്കെ അന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിഗണിച്ചുകൊണ്ട് ആ രണ്ട് കാര്യങ്ങളും പറഞ്ഞതാണ് എന്ന വീക്ഷണവും പണ്ഡിത ലോകത്തുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീന വസ്ദാദു തിസ്ആ എന്ന് പറഞ്ഞാൽ 309 കൊല്ലം അവരതിൽ താമസിച്ചു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഇത് അല്ലാഹു പറയാണ്, അള്ളാഹുവാണിത് പറയുന്നത്. നേരെ മറിച്ച് അഹ്ലി കിതാബുകാരുടെ വർത്തമാനം പറഞ്ഞതാണ്, അവര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായം അള്ളാഹു എടുത്തുദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞ ചില മുഫസ്സിരീങ്ങളുണ്ട്. എന്നാൽ ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും ആ ന്യായത്തെ, അതല്ലെങ്കിൽ അത് അവരുടെ വാക്ക് അള്ളാഹു എടുത്തുദ്ധരിച്ചതാണ് എന്നുള്ളതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ലബിസൂ ഫീ കഹ്ഫിഹിം സലാസമിയത്തിൻ സിനീന വസ്ദാദു തിസ്ആ, അവർ ടോട്ടൽ 309 കൊല്ലം ഗുഹയിൽ താമസിച്ചു എന്നുള്ളത് നമുക്ക് അറിയിച്ചു തരുന്നത് ആരാണ്? അള്ളാഹുവാണ്. ശേഷം അള്ളാഹു പറയുന്നത് എന്താണ്? അല്ലാഹു അഅലമു ബിമാ ലബിസു. അള്ളാഹുവാണ് അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ ലബിസു, അവർ താമസിച്ചതിനെ സംബന്ധിച്ച്. അപ്പൊ അവർ താമസിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞത്, ആദ്യം പറഞ്ഞതിനെ ഒന്നുകൂടി അള്ളാഹു ശക്തിപ്പെടുത്തി പറയാണ്. അത് 300 ആണോ 309 ആണോ ഇനി ഡൗട്ടൊന്നും വേണ്ട നമുക്ക്, അത് 309 തന്നെ. കാരണം ശേഷം എന്താ പറയുന്നത്? അല്ലാഹു അഅലമു, അള്ളാഹുവാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ ലബിസു, അവർ താമസിച്ചതിനെ സംബന്ധിച്ച്. അത് പറയാൻ അവനെ കഴിയൂ, വേറെ ആർക്കും അതിലൊരു കൃത്യ നിഗമനത്തിലെത്തുവാൻ സാധിക്കില്ല, ഒരു കൃത്യമായ തീരുമാനം പറയാനാവില്ല. എന്തുകൊണ്ട്? തുടർന്നുള്ള വാചകം അതാണ് അറിയിക്കുന്നത്. ലഹു, അവനാണ്, അല്ലെങ്കിൽ അവനുള്ളതാണ്, അവനാണുള്ളത്. ലഹു, അവനാണുള്ളത്. ഗൈബുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം അദൃശ്യജ്ഞാനം അവനാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ആകാശഭൂമികളെ സംബന്ധിച്ചുള്ള എല്ലാ മറഞ്ഞ കാര്യങ്ങളും നന്നായി അറിയുന്നവൻ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഇപ്പറഞ്ഞൊരു കാര്യം വസ്തുത തന്നെയാണ്. എന്ത്? 300 കൊല്ലം കഴിഞ്ഞാൽ സൂര്യവർഷം 300 കൊല്ലം കൂട്ടുമ്പോൾ അത് ചന്ദ്രവർഷം എത്രയായി മാറിയിട്ടുണ്ടാവും? 309 ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളും മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് ഹിലാലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു ഹിസാബിനായിട്ട് ഖുർആനിലൊക്കെ നമുക്ക് അറിയിച്ചു തരുന്നത്. യസ്അലൂനക അനിൽ അഹില്ല, ഉദയചന്ദ്രനെ സംബന്ധിച്ചവർ നിന്നോട് ചോദിക്കുന്നു. ഉദയചന്ദ്രന്മാര് എന്നാണ്, ഹിലാലിന്റെ ജമ്മാണ് അഹില്ല. ഉദയചന്ദ്രന്മാര്, അതിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അത് ഹജ്ജിന്റെയും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ സമയനിശ്ചയത്തിനുള്ള കാര്യമാണ്. അപ്പൊ ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെ പരിഗണിക്കപ്പെടുന്നത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഹിലാലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നോമ്പ് അങ്ങനെ തന്നെയാണ്, ആ കാര്യങ്ങളും എല്ലാം ഹിലാലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അഥവാ ചന്ദ്രവർഷത്തിന്റെ കണക്കനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ വാസ്തവത്തിൽ വയസ്സൊക്കെ പറയേണ്ടത്. പക്ഷേ നമുക്ക് വല്ലാത്തൊരു വിഷമമുണ്ടാക്കും. നമ്മളൊക്കെ ഇപ്പോൾ ആശ്വസിച്ചിരിക്കുകയാണ്. ഒരു 60 ആയ ആള് 63 എന്ന് പറയേണ്ടി വരും. കാരണം 30 കൊല്ലം കഴിയുമ്പോൾ ഒരു കുറച്ച് കൂടി വരികയാണ്.
ഒരു കൊല്ലത്തിലെ 11ന്റെ ഡിഫറൻസ് വെച്ചിട്ട് അങ്ങനെ നമ്മളെ വയസ്സിങ്ങനെ കൂട്ടി നോക്കിയാലേ, നമ്മളിപ്പോൾ ഈ ഇംഗ്ലീഷ് ഡേറ്റ് ഓഫ് ബർത്ത് പറയുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയിട്ട് കണക്കൂട്ടിയിട്ട് ഉറപ്പുവരുത്തുക, അതാണ് നമ്മുടെ പ്രായം എന്ന് മനസ്സിലാക്കുക. അതാണ് നമ്മളെ പ്രായം. നമ്മൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എത്രാമത്തെ വയസ്സിലാ? 63-ാമത്തെ വയസ്സിലാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് 63-ാമത്തെ. ഇങ്ങനൊക്കെ നമ്മൾ പറയുമ്പോൾ അവരൊക്കെ കണക്കൂട്ടിയ പ്രായമാണിത്. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? അതൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം കുറച്ച് കിബറൊക്കെ ഒന്ന് കുറയാനും, ഇപ്പോഴും ഞാൻ നല്ല ഉഷാറാണെന്നൊക്കെ ഉള്ള തോന്നൽ നിന്നൊക്കെ മാറാനും, ഇതാ സമയം ഇങ്ങനെ അടുത്തിട്ടുണ്ട്, ബോണസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകാനും. മാത്രല്ല, എല്ലാവർക്കും വയസ്സ് പറയാന്ന് പറയുന്നത് ആണായാലും പെണ്ണായാലും ഒക്കെ ഇത്തിരി പ്രയാസമാണ്. എല്ലാവരും വയസ്സ് പറയാൻ കുറച്ച് മടി തന്നെയാണ്. അപ്പം അതിലും മടിക്കേണ്ട ഒന്നുമില്ല. ഓരോരുത്തരും സ്വന്തത്തോടൊന്ന് പറയാ എത്ര വയസ്സായി എന്നുള്ളത് മറ്റേ കമരിയായ സനത്തിൻ്റെ ചാന്ദ്രവർഷവുമായിട്ടൊന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മൾ ഒറിജിനൽ പ്രായം കിട്ടും. ശരി, അത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഇസ്ലാമികമായ കണക്കുകളൊക്കെ നിങ്ങൾ നോക്കൂ. മാസവും കൊല്ലമൊക്കെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ വിധവ, ഭർത്താവ് മരിച്ചിട്ടുള്ള ഒരു വിധവ 4 മാസവും 10 ദിവസവും അവർ ഇദ്ദ ആചരിക്കണം, അല്ലേ? ഇദ്ദ ആചരിക്കണം. അതിൻ്റെ കണക്ക് എങ്ങനെ കൂട്ടുക? ഈ മാസം കണ്ടത് നോക്കിയിട്ട് തന്നെയാണ്, ഈ മാസം നോക്കിയിട്ടാണ്. സക്കാത്തിന്റെ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയും ജനുവരി 1 ഞാൻ കൊടുത്തു, ഞാൻ അടുത്ത ജനുവരി 1 അല്ല. അപ്പോൾ 15 ദിവസം അപ്പോൾ കുറയും, കൂടും. അപ്പോൾ എന്ത് വേണം? നമ്മൾ അറബി കണക്കനുസരിച്ച്, അറബി മാസം അനുസരിച്ചാണ് നമ്മൾ സക്കാത്തിന്റെ കണക്ക് കൂട്ടേണ്ടത്. ഒരു സ്ത്രീയുടെ ഇദ്ദ അവസാനിക്കുന്ന, ഒരു തൊലാഖ് ചൊല്ലപ്പെട്ട ഒരു മുത്തല്ലഖത്തായ സ്ത്രീയുടെ ഇദ്ദ കണക്ക് കൂട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഏത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അതൊക്കെ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. എന്തായാലും നമുക്ക് വയസ്സ് കൂടി എന്നുള്ളത് നമ്മുടെ ബാധ്യതകൾ ഏറെയാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള തഖ്വയുള്ള ദീർഘായുസ്സ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.